ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ തംബ്നെയിൽസിൽ കണ്ട പോലെ തന്നെ മുട്ടയുടെ തോട് ഉണക്കിപ്പൊടിച്ചത്, ചെടികൾ പനങ്കുല പോലെ വളരാൻ മുട്ടയുടെ തോട് ഉണക്കിപ്പൊടിച്ചത്. പക്ഷേ നിങ്ങൾ എങ്ങനെ ഉണക്കിപ്പൊടിക്കുന്നതെന്നാണ് ഞാൻ ഇതിൽ പറയുന്നത്. നമ്മളെല്ലാവരും ചെടികൾക്ക് മുട്ടയുടെ തോട് ഇട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മളൊക്കെ ഇട്ട് കൊടുക്കുന്നത് മുട്ടയുടെ തോടെടുക്കും, ജസ്റ്റ് ഇതുപോലെ കൈകൊണ്ടൊന്ന് അമക്കി ആ ഒരു ചെടിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 6 മാസം എടുക്കും ഇത് മണ്ണിൽ ലയിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മുട്ടയുടെ ഷെല്ല് നല്ലത് കാൽസ്യമാണ്. ഈ കാൽസ്യം കംപ്ലീറ്റ് മണ്ണിലേക്ക് ലയിക്കണമെങ്കിൽ 6 മാസം എടുക്കും. ഈ 6 മാസം കൊണ്ട് ഒന്നുകിൽ ആ ചെടി നശിച്ചു പോകാം, അല്ലെങ്കിൽ ആ ചെടിക്ക് 6 മാസത്തിന് ശേഷമാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത്. എങ്ങനെ നമുക്ക് 2 ദിവസം കൊണ്ട് എങ്ങനെ ഈ മുട്ടയുടെ ഗുണം നമുക്ക് ഈ ചെടികൾക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, മുട്ടയുടെ തോടില് കാൽസ്യം, പിന്നെ മാഗ്നീഷ്യം, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, സിങ്ക് മുതലുള്ള എല്ലാവിധ ന്യൂട്രിയൻസും ഈ മുട്ടയുടെ വൈറ്റ് തോടിൽ അടങ്ങിയിരിക്കുന്നത്. ഈ മുട്ടയുടെ തോട് എങ്ങനെ നമ്മൾ ചെടികൾക്ക് ഇടണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ മുട്ടയുടെ തോട് നമുക്ക് ഉണക്കിപ്പൊടിക്കണം. നമുക്ക് ഇതുപോലെ തന്നെ സൺലൈറ്റിൽ ഈ വെയിലത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മുട്ടയുടെ തോട് ഉണക്കിപ്പൊടിക്കാൻ. നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഇത് ഒറ്റ ദിവസത്തെ തോടല്ല, നമ്മൾ കുറെ ദിവസം ഉപയോഗിച്ച മുട്ട നമ്മൾ ഒരു ബോക്സിൽ ഇട്ട് വെക്കാം. അവസാനം ഇതുപോലെ എടുത്ത് നമുക്ക് ഈ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എങ്ങനെ നമുക്ക് ഇതിനെ വൈറ്റ് പൗഡറാക്കി ആ ഒരു ന്യൂട്രിയൻസ് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല വെയിലുണ്ട്. നമ്മളിത് നമ്മളുടെ ടെറസിന്റെ മുകളിലാണ് ഉണക്കാൻ ഇടുന്നത്. നമുക്ക് നല്ലോണം ഉണങ്ങിയിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇതുപോലെ ഇടുകയാണെങ്കിൽ ഒരിക്കലും മണ്ണിൽ പെട്ടെന്ന് ലയിച്ച് ചേരില്ല. പെട്ടെന്ന് ലയിച്ച് ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ മണ്ണിലേക്ക് ഇടുന്നത്. ഓക്കെ, നമുക്കിത് നല്ല വെയിലിൽ കൊണ്ടിട്ട് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു മിക്സർ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണക്കി പൊടിച്ച നമ്മുടെ ആ ഒരു എഗ് ഷെൽസും എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ നമുക്ക് പൗഡറാക്കാനല്ല, നമ്മൾ കുറച്ചായിട്ട് നമ്മുടെ മിക്സറിലിടുന്നു. അയ്യോ, കണ്ടില്ലേ, വളരെ നൈസ് പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഞാൻ പറഞ്ഞത്, വളരെ നൈസ് പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ കാൽസ്യത്തിന്റെ, നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതില് വളരെ നൈസ് പൗഡറായിട്ട് തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമ്മൾ അതുപോലെ തന്നെ പൊടിച്ചെടുക്കുക.
അപ്പോൾ മുട്ടയുടെ തോട് നമ്മൾ എന്താ പറയുക നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെ എഗ് ഷെൽ പൗഡറിന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. 500 ഗ്രാമിന് 600 മുകളിലാണ് റേറ്റ് വരുന്നത്. കാരണം ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെഗ്നീഷ്യം, സിങ്ക്, അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് എന്താ പറയുക വൈറ്റമിൻസ്, ഒരുപാട് മിനറൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു മുട്ടയുടെ തോടിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതുപോലെ പൗഡർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ചെടികൾ എന്താ പറയാ ഈ ഒരു ഇത് വലിച്ചെടുത്തുകൊള്ളും. നമ്മളിങ്ങനെ പൗഡർ ആക്കിയത് കൊണ്ട് ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഈ ചെടികൾക്ക് അതിന്റെ ഗുണം പെട്ടെന്ന് തന്നെ ഈ ഒരു കാൽസ്യം ഈ ഒരു മണ്ണുമായിട്ട് ലയിച്ച് എന്താ പറയാ ആ ചെടികൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്താ പറയാ നമ്മൾ ഓരോ സ്പൂണായിട്ട് എന്താ പറയാ ഓരോ ചെടികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് എന്റെ അൽഗോണിമ പ്ലാന്റ് ആണ്. അൽഗോണിമയുടെയും അതുപോലെ തന്നെ കലാത്തിയുടെയും ഒരുപാട് ശ്രേണിയുണ്ട്. നിങ്ങൾക്ക് പിന്നീട് എന്താ പറയാ ആ ഒരു ചെടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഓരോ സ്പൂണ് ഓരോ ചെടികൾക്ക് നമ്മൾ എന്താ പറയാ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചെടികൾ എത്ര പെട്ടെന്ന് തന്നെ അത് തഴച്ച് വളർന്ന് ആ ഒരു ന്യൂട്രിയൻസ് ആണ് കൊടുക്കുന്നത്. കാരണം ആ ന്യൂട്രിയൻസ് കൊടുക്കുന്നതിനനുസരിച്ച് ചെടികൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ കൊടുത്ത പോലെ തന്നെ പനകുല പോലെ തന്നെ വളർത്തി. ഇത് നമ്മുടെ പനിക്കൂർക്കയാണ്. പനിക്കൂർക്കൊക്കെ നമ്മൾ എന്താ പറയുക ഇതുപോലെ തന്നെ കാൽസ്യം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ എന്താ പറയുക നമുക്ക് അതിൻ്റെ ഒരു ഗുണം നമുക്ക് എന്താ പറയുക ചെടികൾ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്, എല്ലാവിധ പ്രോത്സാഹനവും ഈ ചാനലിൽ ഉണ്ടാവണം. നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്